ഹായ് അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? വേണ്ട വീടിൻ്റെ തട്ടടിപ്പ് തുടങ്ങി. അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ വാർപ്പാണ്, മെയിൻ വാർപ്പ്. സൈഡ് വാർപ്പ് കഴിഞ്ഞ്. അതുകൊണ്ടാ തട്ടടിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ അകത്തോട്ടൊന്നും അങ്ങനെ കയറാൻ പറ്റില്ല. കണ്ട വീടിൻ്റെ ഫ്രണ്ടിലൊരു റൂമാണ്. കയറുന്നത് സിറ്റ് ഔട്ട്, ഹാള്, പിന്നെ അവിടെ ഒരു റൂം, അവിടെ കിച്ചൺ. കണ്ടല്ലോ നിങ്ങൾ വീഡിയോസിൽ. ഇവിടം വരെ എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ. പിന്നെ പണികളൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ മഴയും കാര്യങ്ങളല്ലെങ്കിൽ കുറേ കൂടെ പണി മുന്നോട്ട് പോയേനെ. പിന്നെ പൈസയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ തട്ട് ഇളക്കിയിട്ടില്ല. ഈ സൈഡിലാണ് സ്റ്റെയർ. ഇത് പിന്നെ നമുക്ക് ഇത്ര പെരയുടെ ഉള്ളൂ. അപ്പുറത്ത് വേറെയാണ് ജനൽ. ഇനിയിപ്പോൾ എല്ലാ പണികളും നടക്കണം, മുന്നോട്ട് നടക്കണം ഇൻഷാ അള്ളാ. പിന്നെ ഹാള് കുറച്ച് എൽ ഷേപ്പ് പോലെയാണ്. റൂമുകളൊക്കെ ഇടത്തരം 2 റൂം. ഇത് സ്റ്റോർ റൂമാണ്. ഇവിടെ ഈ ജനൽ കാണുന്നത് സ്റ്റോർ റൂം. അത് കിണർ. ഇത് ഞാൻ പറഞ്ഞില്ലേ കിണർ. ബേക്കിലൊക്കെ റബ്ബറാണ്. നമ്മളെയൊന്നുമല്ല, ആ കമ്പ് കിടക്കുന്നില്ലേ അവിടം വരെ ഉള്ളൂ. ഇതാണ് ബേക്ക് ഭാഗം. ഇതാണ് അടുക്കള. കണ്ട തട്ടടിച്ചിരിക്കുന്നതുകൊണ്ട് അകത്തോട്ട് കയറത്തില്ല. കമ്പൊക്കെ ചാരി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ നമ്മളെന്തെങ്കിലും തട്ടണമെങ്കിൽ അത് പൊളിഞ്ഞു പോകൂലേ. പിന്നെ ഞാൻ കുറേ വീഡിയോസിൽ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ മെയിനായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തെങ്കിലും ഒരു ഹെൽപ്പും ഈ വീടിൻ്റെ ആവശ്യത്തിന് കിട്ടാൻ വേണ്ടിയും ഇതിൽ നിന്നൊരു വരുമാനം കിട്ടണമെങ്കിൽ കുട്ടികൾക്ക്, ചെറിയ കുട്ടികളല്ലേ, വലിയ മക്കളല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇവിടെ താമസമായാലേ എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റും. മറ്റത് വഴി സൗകര്യമില്ല, ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇനി എനിക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഹെൽപ്പ് വേണമെന്ന് വെച്ചാൽ എന്നാലേ ഒരു മക്കളെ ഉമ്മായും വാപ്പായും ഞാനാണ്. അവരെ ആവശ്യങ്ങളെല്ലാം മക്കളെ തലയെടുത്ത് വരണം, പഠിക്കാറായി തുടങ്ങണ, ചിലവുകൾ എല്ലാത്തിനും നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ വെക്കുന്നുണ്ട്. അതിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ അതിനകത്ത് എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം. ഞാൻ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരൊക്കെ ഇട്ട് തരും. എന്നെ ഒന്ന് നിങ്ങൾ സഹായിക്കണം. കാരണം ഈ ഒരു വീടാവാം, ബാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും ഒന്നും സഹായിക്കേണ്ട. ആരെയും മുമ്പ് കൈനീട്ട റബ്ബ് ഇട വരുത്തുകയും ചെയ്യരുതേ എന്നാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ജോലി ചെയ്താൽ 3 മക്കളെ നോക്കാവുന്ന ആരോഗ്യം റബ്ബ് തന്നാൽ മതി. അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് തരുമ്പോഴും ഈ ഓരോ കട്ടയ്ക്കും ഉണ്ട് ഓരോരുത്തരുടെ സഹായത്തിൻ്റെ ഇത്. ഇനി പണി മുന്നോട്ട് നീങ്ങണം. എൻ്റെ വീട് വാർത്ത് അകവും പൂശി തറയിട്ടിട്ട് സിമൻറ്റ് ഇട്ട് ഫ്രണ്ട് ബേക്ക് കതവ് ഇട്ട് എനിക്ക് കയറണം എന്നാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാം അള്ളാൻ്റെ പക്കൽ ഇൻഷാ അള്ളാ. നിങ്ങൾ സഹായിക്കണം. ഒരു പെങ്ങളെ പോലെ കണ്ടിട്ട് നിങ്ങൾ സഹായിക്കണം. കാരണം നിവർത്തിയില്ല, ഉപ്പങ്ങനെ വയ്യാണ്ടിരിക്കുന്ന അവസ്ഥ. പിന്നെ ആരും മാമച്ചി ഇറങ്ങി എല്ലാവരുടെ അടുത്തും പറഞ്ഞ് ഒരുവിധം ഒക്കെയാണ് ഈ സഹായങ്ങൾ ബന്ധുക്കളെ നിന്ന് കിട്ടിയത്. ഇനിയാണ് അങ്ങോട്ട് പണിയെടുക്കുന്നത്. പൂശി മോൾക്ക് അലർജി പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് അകം പൂശിയേ കയറത്തുള്ളൂ. പുറമെ അങ്ങനെ കിടക്കട്ടെ, പുറത്തെ ഒന്നും ചെയ്യാനില്ല. വെക്കുമ്പോൾ 2 റൂമത്തിൽ വലുതായിട്ട്. കാരണം എനിക്ക് 3 മക്കൾ കിടക്കുകയല്ലേ. അവർ വളർന്നു വന്നാലും 2 റൂമെങ്കിലും വേണ്ടേ ഒരു വീടിന്. പഞ്ചായത്തിൽ നിന്ന് കാത്തിരുന്നിട്ടാണ് ഇത്രയും കഷ്ടത്തിലൊരവസ്ഥയായത്. പിന്നെന്താണ്, 1 2 മക്കളല്ലേ, 3 മക്കളെ ഒരുപോലെ വളർത്തിയെടുക്കണം. എല്ലാം ഇൻഷാ അള്ളാ അള്ളാനെ ഏൽപ്പിച്ചാണ് ഈ പണി കുറ്റിയടിച്ചതും എല്ലാം ഇവിടം വരെ എത്തി റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഈ വീടിന് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആരും ഒരു ഹെൽപ്പും ചെയ്യണ്ട. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ജോലി ചെയ്ത് കഴിയാവുന്നതേ ഉള്ളൂ. എനിക്ക് ആരോഗ്യം ആയുസ് റബ്ബ് തന്നാൽ. പിന്നെ കഷ്ടപ്പെടുന്ന റിസ്ക്കുള്ള പണിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കടയിൽ ഷോപ്പിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി നോക്കണം ഇൻഷാ അള്ളാ എന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ വഴിയുടെ ബുദ്ധിമുട്ട്, ചെളിയും നമ്മൾ അഡീഷണൽ എന്ത് തട്ടടിച്ചിരിക്കണണ്ട, അഡീഷണൽ എന്ത് മണ്ണിറക്കിയാണെന്നറിയാമോ. പിന്നെ ഇവിടെയൊക്കെ മൊത്തം മരങ്ങളായിരുന്നത്. ഈ പ്ലാവ് ഇവിടം വരെ ഉള്ളൂ. ഇതൊക്കെ മൊത്തം കോതിക്കളയണം. പിന്നെ വണ്ടി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുടുംബ വീട് കണ്ട, അവിടെയാണ് കുടുംബ വീട്. ഇത് ബേക്കിലോട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ മോൾക്ക് ഒരു സമയത്തൊരു പെൺകുഞ്ഞല്ലേ, കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ബേക്കിലോട്ട് വെച്ച്. ആദ്യം നമ്മളിവിടെ സെൻറ്ററിൽ വെക്കാനാണ് നിൽക്കേണ്ട. വെള്ളവും ചെളിയും ഈ മഴ മാറിയിട്ട് 2 ദിവസമായി, എന്നിട്ടും വെള്ളത്തിനൊരു കുറവുമില്ല. ഇത് കണ്ട, നമ്മൾ മണ്ണിറക്കിയിട്ട് ആ വഴിയിലൊന്നും ഒട്ടും പോകത്തൊന്നുമില്ല. പിന്നെ വീട് കണ്ട മക്കളെ ഒന്നും കൂടെ
826 സ്ക്വയർ ഫീറ്റ് വീടാണ്. അപ്പോൾ ശരി മക്കളെ, നിങ്ങളെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ കോൺടാക്റ്റ് ചെയ്യണം, തള്ളിക്കളയരുത്. 3 മക്കളെ എനിക്ക് വളർത്താൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സഹായിക്കാൻ പറ്റാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. അസ്സലാമു അലൈക്കും.